ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മഴവിൽ ജീവിതം ചാനൽ. മഴവിൽ ജീവിതം എന്ന സുന്ദരമായ ചാനലിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ റാസില. ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷൻ സർജറി, ബ്രസ്റ്റ് ഇംപ്ലാന്റ് സർജറി, അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാനും പറയാനൊന്നും എനിക്കറിയില്ല. ബട്ട് മൈ ഓൺ എക്സ്പീരിയൻസ് ബിക്കോസ് ഓഫ് ഇപ്പോൾ 2 ദിവസമായിട്ടുള്ള എൻ്റെ സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ബ്രസ്റ്റ് ഇംപ്ലാന്റ് സർജറി, അതിനെക്കുറിച്ച് എൻ്റെ എക്സ്പീരിയൻസും എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, ആർ യു റെഡി? ഇപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ടാവും, ചിലപ്പോൾ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണം എല്ലാവരും. അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം. അപ്പോൾ നമ്മൾക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, ഏതൊരു ട്രാൻസ് വ്യക്തിയെ സംബന്ധിച്ചും ഒഴിച്ചുകൂടാൻ പറ്റാത്ത അത്യന്താപേക്ഷിതമായ അല്ലെങ്കിൽ വളരെ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് നമ്മളുടെ മനസ്സിനൊത്ത ശരീരവും നേടിയെടുക്കുക എന്ന് വെച്ചാൽ. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അത് നമ്മൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യവുമായി മാറുന്നു. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ മനസ്സിനൊത്ത ശരീരം, അപ്പോൾ ഒരു ആൺകുട്ടിയായിട്ട് നമ്മൾ ജനിക്കുകയും ഒരു പെൺമനസ്സിൽ നമ്മൾ ജീവിക്കുകയും ചെയ്യുമ്പോഴുള്ള ആ സംഘർഷത്തിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് നമ്മൾ ഹോർമോൺ തെറാപ്പി, അതേപോലെ ബോഡിയിൽ ഫിസിക്കലായിട്ട് നമ്മൾ ഒരുപാട് സർജറീസ് ഒക്കെ ചെയ്ത് ഒരു പെൺമനസ്സിനോട് തുല്യത നിൽക്കുന്ന ഒരു ശരീരം നേടിയെടുക്കും. നേരെ തിരിച്ചുകൊണ്ട് ഒരു പെണ്ണായി ജനിക്കുകയും ഒരു ആൺ മനസ്സ് ഉള്ളിലുണ്ടാവുമ്പോൾ അവരെന്ത് ചെയ്യും? ഒരു ആൺ ശരീരം നേടിയെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാ രീതിയിലും അവലംബിക്കും. ഓക്കെ, അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ജനിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഒരു പെൺമനസ്സ് ഉള്ളിലുണ്ടായിരുന്നു. അത് ഒരുപാട് കാലം നമ്മൾ മറച്ചു വെച്ച് ജീവിച്ചു, അല്ലെങ്കിൽ നമ്മൾക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. വീടിൻ്റെയും നാടിൻ്റെയും സമൂഹത്തിൻ്റെ ഒക്കെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് നമ്മളങ്ങനെ അഭിനയിച്ച് ജീവിച്ചു. അങ്ങനെ സംഘർഷഭരിതമായ ആ ജീവിതത്തിൽ നിന്നും ഒരു സമയത്ത് നമ്മൾ എത്ര കണ്ട് എക്സ്റ്റെൻഡ് ഉണ്ടാകുമല്ലോ ഏതൊരു സംഘർഷത്തിനും, അതിൻ്റെ എക്സ്റ്റെൻഡ് സമയത്ത് നമ്മൾ നമ്മുടെ ഐഡൻറ്റിറ്റി സ്പോണ്ടേനിയസ് ആയിട്ട് അങ്ങോട്ട് റിവീൽ ചെയ്തു. പിന്നെയുള്ള ജീവിതം വളരെ സുഖകരമായിരുന്നു. അങ്ങനെ ഏതൊരു സർജറിക്കായാലും നമ്മൾ ഇങ്ങനെ ട്രാൻസ് ചെയ്യുന്ന ആ സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഹോർമോൺ തെറാപ്പി. അപ്പോൾ ആ രീതിയിൽ ഞാനൊരു 2-3 വർഷമായി ഹോർമോൺ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തു. റിനൈ മെഡിസിറ്റിയിൽ സുജ മേഡാണ് എൻ്റെ ഹോർമോൺ തെറാപ്പിസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ അണ്ടറിൽ എല്ലാ മാസം പോയി കാണുകയും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഹോർമോൺ തെറാപ്പി നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ തന്നെ നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. നമ്മുടെ ശരീരം സ്ത്രൈണത കൂടുതലായി കാണിക്കുന്ന ഒരു ശരീരമായി മാറും. അപ്പോൾ ആ രീതിയിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് പിന്നെ സർജറിയിലോട്ട് മുന്നിട്ടിറങ്ങാനുള്ള ഒരു പ്രവണത, മാനസികമായിട്ടും നമ്മൾ ഒരു വില്ലിങ് ആകും, നമ്മൾ ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ ഒരു പക്വത ആർജിക്കും, അതിനൊന്ന് പാകപ്പെടും. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് ഏതൊരു സർജറിക്ക് മുന്നോടിയായിട്ട് നമ്മൾക്ക് ഹോർമോൺ തെറാപ്പിയാണ്. അപ്പോൾ ഹോർമോൺ തെറാപ്പി 1-2 വർഷം കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് പിന്നെ എനിക്ക് ആഗ്രഹങ്ങൾ തുടങ്ങി, എന്തായാലും ബ്രസ്റ്റ് ചെയ്യണം. പക്ഷെ ഒരുപാട് തടസ്സങ്ങളായിരുന്നു, ഒബ്സ്റ്റക്കിൾസ് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകാറുള്ളതാണ്. ഏതൊരു കാര്യത്തിന് മുന്നിട്ട് ഇറങ്ങുമ്പോഴും ഒരുപാട് തടസ്സങ്ങൾ വന്നിരുന്നു. അപ്പോൾ ആ തടസ്സങ്ങളൊക്കെ മാറിയിട്ട് ഇപ്പോഴിതാ 2 ദിവസമായി എൻ്റെ സർജറി കഴിഞ്ഞു. എനിക്ക് തൊണ്ടിങ്ങനെ വരൾച്ച ഉണ്ടാവും, മെഡിസിനും കഴിക്കുന്നതിനെ കൊണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ട്, സോറി. ചുണ്ടൊക്കെ ഇങ്ങനെ വരളും. മെഡിസിനും ഉണ്ട് കേട്ടോ, നമ്മൾക്ക് 2 ആഴ്ചയോളം കഴിക്കാനുള്ള മെഡിസിനും തന്നിട്ടുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ സർജറി ഒക്കെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ബ്രസ്റ്റ് ഞാൻ വെച്ചത് 410 cc 410+ എന്നാ പറയുക. അതേപോലെ 5 പ്രൊജക്ഷനും 410-5 എന്ന് പറയും. അപ്പോൾ മോട്ടീവ എന്നുള്ള ഒരു ബ്രാൻഡാണ് എൻ്റെ ഇംപ്ലാന്റ്. 2 തരത്തിലുള്ള ബ്രാൻഡാണ് ഇപ്പോൾ പൊതുവായിട്ട് കോമൺ ആയിട്ടുള്ളത്. സെബിനും ഉണ്ട്, മോട്ടീവയും ഉണ്ട്.
അതിൽ ഞാൻ സെലക്ട് ചെയ്തത് മോട്ടീവയാണ്. മോട്ടീവ കുറച്ചും കൂടി സോഫ്റ്റിലേക്ക് നിൽക്കും. സെബിനും കുറച്ച് ഹാർഡാണെങ്കിൽ കൂടിയിട്ട് നല്ല പ്രൊജക്ഷനിലും നല്ല ആകൃതിയൊക്കെ ഉണ്ട് സെബിനൊക്കെ. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ മോട്ടീവ ചൂസ് ചെയ്തിരുന്നു. നമ്മൾ ഡോക്ടറോട് പറഞ്ഞു. പിന്നെ നമ്മളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളൊക്കെ അതിനേക്കാളൊക്കെ ഉപരി ഡോക്ടറുടെ നിർദ്ദേശങ്ങൾക്കാണ് പ്രാധാന്യം. അപ്പോൾ ഇതിൽ നമ്മൾ ഹോർമോൺ തെറാപ്പിയൊക്കെ എടുത്ത് അങ്ങനെ നമ്മളെ ശരീരവും മനസ്സൊക്കെ പാകപ്പെട്ടു എന്ന് തോന്നുമ്പോഴാണ് നമ്മളെ ഫസ്റ്റ് സർജറി ആയിട്ടുള്ള ബ്രസ്റ്റ് സർജറിക്ക് പോകാൻ നമ്മൾ റെഡി ആകേണ്ടത്. അങ്ങനെ റെഡി ആകുമ്പോൾ ഫസ്റ്റ് പിന്നെ നമ്മൾ പൈസ സ്വരൂപിക്കണം. എനിക്കിപ്പോൾ ഈ ബ്രസ്റ്റ് സർജറി അമൃത ഹോസ്പിറ്റലിലെ സന്ദീപ് ഡോക്ടറാണ് ചെയ്തത്. അതിന് ടോട്ടൽ കോസ്റ്റ് 1,20,000 പറഞ്ഞത്. പിന്നെ നമ്മൾ മെഡിസിൻസും അവിടെ പോയിട്ടുള്ള താമസവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 5,000 വേറെ ചിലവാകും. എന്തായാലും നമ്മൾ ഒരു 1,50,000 നമ്മൾ കയ്യിൽ സ്വരൂപിച്ച് വെക്കണം. കാരണം നമ്മൾ കാണാത്ത ചിലവുകളൊക്കെ പിന്നീട് വന്നെങ്കിലോ എന്ന് എഴുതിയിട്ട് അത് സ്വരൂപിച്ച് വെക്കണം. ഞാനൊക്കെ കുറേ പൈസ ശേഖരിച്ച് വെച്ചു. കാരണം ഒരു മാസത്തെ വാടക, ഇനിയിപ്പോൾ അടുത്ത മാസത്തെ വാടക ഒക്കെ നമ്മൾ മുൻകൂട്ടി തന്നെ റെഡിയാക്കി വെക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും. പിന്നെ ആഫ്റ്റർ കെയറിനൊക്കെ പൈസ വേണം. ഞാനിപ്പോൾ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്, എൻ്റെ സഹോദരി ഫിദയുടെ വീട്ടിലാണുള്ളത്. ഫിദയും ഫിദയുടെ പാർട്ട്ണറായ റോഷിദുമാണ് എന്നെ സർജറിക്ക് കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഇവിടെ താമസിപ്പിക്കാനും ഇപ്പോഴെന്നെ രാവിലെ നോക്കിയതൊക്കെ അവരാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളും എന്നെ കെയർ ചെയ്യുന്നതൊക്കെ അവരാണ്. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും അടുത്ത ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഫാമിലിയിലാണെങ്കിൽ ഫാമിലീൻ്റെ നല്ല സപ്പോർട്ടും നമ്മൾ കെയർ ചെയ്യാൻ വളരെ ഹൈജീനിക് ആയിട്ടുള്ള നല്ലൊരു ഇടം നമ്മൾ മുൻകൂട്ടി കണ്ടുവെക്കണം. എന്നിട്ട് വേണം സർജറിക്കൊക്കെ പോകാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും നമ്മൾ കൂടെ നിർത്തണം. നമ്മളുടെ ഏറ്റവും വിശ്വസ്തരായ ആരെങ്കിലും നമ്മളുടെ കൂടെ നിർത്തിയിട്ട് വേണം. അപ്പോൾ ഇതൊക്കെ പ്രാരംഭ ദശയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. സർജറിക്ക് നമ്മൾ മനസ്സ് വെച്ചാൽ ആദ്യം തന്നെ പൈസ സ്വരൂപിക്കണം. പിന്നെ നല്ല ഹൈജീനിക് ആയിട്ടുള്ള ആഫ്റ്റർ കെയറിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ കാരണം ഒരു 1 month ഫുൾ റെസ്റ്റ് വേണം. ഒരാഴ്ച നല്ല ബെഡ് റെസ്റ്റ് തന്നെ ആയിരിക്കണം. അപ്പം ഞാനിപ്പോൾ ബെഡ് റെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ സർജറി കഴിഞ്ഞാൽ ടൈറ്റ് ബ്രാ ആണ് നമ്മൾ 1 മാസം ഉപയോഗിക്കുക. സ്പോർട്സ് ബ്രാ ഉപയോഗിക്കണം. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാനിപ്പോൾ സ്പോർട്സ് ബ്രാ ഇട്ട് ടൈറ്റ് ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സെറ്റിങ്ങിനും നമ്മളുടെ ഒരു സാധനം നമ്മുടെ ബോഡിയിലോട്ട് വരികയാണല്ലോ. അപ്പോൾ നമ്മളുടെ ബോഡി ആയിട്ട് അത് സമരസപ്പെട്ട് പോകാനൊക്കെ ആയിട്ട്, പിന്നെ ബ്രസ്റ്റ് നല്ല രീതിയിൽ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ആകൃതിയും ഷേപ്പും ഇതൊക്കെ കാര്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യകാലത്ത് 1 മാസത്തോളം നല്ല ടൈറ്റ് സ്പോർട്സ് ബ്രാ ഇട്ടിട്ട് വേണം നമ്മൾ ഇരിക്കാൻ. അതൊക്കെ ഡോക്ടർ നമുക്ക് പറഞ്ഞു തരും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യ പടികളായിട്ട് നമ്മൾ പൈസ സ്വരൂപിക്കുന്നു. ഹൈജീനിക് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ ആദ്യമേ തന്നെ നോക്കി വെക്കുന്നു. അതേപോലെ നമ്മളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സിനോടോ റിലേറ്റീവ്സിനോടോ ഒക്കെ പറയുന്നു. പാർട്ട്ണർ ഉണ്ടെങ്കിൽ അവരോടും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നു. അങ്ങനെ അതൊക്കെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ പോയി കാണണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഏത് ഡോക്ടറെയാണോ കാണുന്നത് അദ്ദേഹത്തിനെ കൺസൾട്ട് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ പോകണം. ഞാൻ അമൃത ഹോസ്പിറ്റലിൽ സന്ദീപ് ഡോക്ടറെയാണ് കണ്ടത്. അപ്പോൾ അവിടെ 500 രൂപയാണ് ഡോക്ടർക്ക് അഡ്മിഷൻ ഫീസ്. ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ കണ്ടു. അങ്ങനെ ഡോക്ടർ നമ്മൾക്ക് നമ്പറൊക്കെ തരും. വാട്സപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം നമുക്ക് വാട്സപ്പിൽ നമ്മളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാം. ഡോക്ടർ അല്ലാതും സന്ദീപ് ഡോക്ടർ കുറേയും കൂടി നല്ല ഒരു രീതിയിൽ നമ്മളോട് കെയർ ചെയ്ത് സംസാരിക്കും. അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മളുടെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും നമ്മൾക്ക്. അപ്പോൾ അതൊക്കെ നേരിട്ട് ഡോക്ടറോട് തന്നെ സംസാരിച്ച് തീർക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ നമ്മളോട് പറയും. എന്നാലും തന്നെ അതൊക്കെ കേട്ടതിന് ശേഷം ഡോക്ടറോടും കൂടി നമ്മളുടെ സംശയങ്ങളൊക്കെ സംസാരിച്ച് ഡോക്ടറോട് നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ പറയണം. അപ്പോൾ ഡോക്ടർക്ക് നമ്മളുടെ ആ ഒരു പേഴ്സണാലിറ്റി, നമ്മളുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ മനസ്സൊക്കെ ഡോക്ടറിന് മുന്നിൽ റിവീൽ ചെയ്യുമ്പോൾ പിന്നെ ഡോക്ടർ നമുക്ക് നന്നായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അങ്ങനെ കൺസൾട്ട് ചെയ്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഡോക്ടർ പറയും ഓരോ ടെസ്റ്റിൻ്റെ കാര്യങ്ങൾ. ഒന്നില്ലെങ്കിൽ നമുക്ക് വാട്സപ്പ് ചെയ്ത് വരും, അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അമൃത ഹോസ്പിറ്റൽ എവിടെയാണോ നമ്മൾ സർജറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവർ തന്നെ നമ്മൾക്ക് ടെസ്റ്റ് ചെയ്ത് തരും. എനിക്കൊക്കെ ഡോക്ടർ വാട്സപ്പ് ചെയ്ത് തന്നു. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ എൻ്റെ ടെസ്റ്റുകളൊക്കെ, ബ്ലഡ് ടെസ്റ്റുകൾ, ബോഡി ചെക്കപ്പ്, ഒരുപാട് ടെസ്റ്റുകളുണ്ട്. അതെല്ലാം തന്നെ ഇവിടെ അശ്വനി ലാബുണ്ട് കോഴിക്കോട് പാളയത്ത് കല്യാൺ കേന്ദ്രൻ്റെ അടുത്ത് 24 hours പ്രവർത്തിക്കുന്ന ഒരു ലാബാണ് അശ്വനി ലാബ്. അപ്പോൾ അവിടെ ചെന്നിട്ടാണ് എൻ്റെ എല്ലാവിധ ടെസ്റ്റുകളും ഞാൻ ചെയ്തത്. അപ്പോൾ അവർ നമ്മുടെ റിസൾട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതാത് സമയത്ത് നമ്മളുടെ വാട്സപ്പിലോട്ട് മെസ്സേജ് അയക്കും. അപ്പോൾ അതിനനുസരിച്ച് റിസൾട്ടൊക്കെ നമ്മൾക്ക് ലഭിക്കും.
സംസാരിക്കുമ്പോഴുള്ള പെയിനൊന്നുമില്ല, എന്നാലും പക്ഷേ തൊണ്ട വരളും ചുണ്ട് വരളും അത് ഗുളികൻ്റെതാണ്. ഒരുപാട് ഗുളിക കഴിക്കാനുണ്ട് കുറച്ച് നാൾ. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റാണ് വരൾച്ച. അതുകൊണ്ടാണ് വെള്ളം കുടിക്കുന്നത്. പിന്നെ വെള്ളം ധാരാളം കുടിക്കണം. ഉലുവ വെള്ളമാണ് നല്ലതെന്ന് പറഞ്ഞു. അനുഷയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഉലുവ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഒരുപാട് ഇത് സർജറി ചെയ്ത കുട്ടികളും അല്ലാത്തവരൊക്കെ ഒരുപാട് നിർദ്ദേശങ്ങളും അവരുടേതായ ഓൺ എക്സ്പീരിയൻസ് ഒക്കെ എന്നുമായിട്ട് ഷെയർ ചെയ്ത്, അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് അതിനൊക്കെ. അങ്ങനെ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് വന്നതിന് ശേഷം നമ്മൾക്ക് ഈ തീരുമാനങ്ങൾ വരും, എത്ര വേണം, എങ്ങനെ വേണം എന്നുള്ളതൊക്കെ. പക്ഷെ അതൊന്നുമല്ല, ഡോക്ടർ നമ്മളുടെ ശരീരം നോക്കിയിട്ട് ഡോക്ടർ പറയും നിങ്ങൾക്ക് ഇത്ര CC എന്ന് അതിനെ പറയാം. അതിൻ്റെ ഒരു അളവാണ്, നമ്മളുടെ ബ്രസ്റ്റ് ഇംപ്ലാന്റിൻ്റെ ഒരു അളവാണ്. അതൊരു ജെല്ല് മാതൃകയിലാണ്. അപ്പോൾ അത് ഒരു 300 ഉണ്ട്, 350 CC, 400, 410, 400 അങ്ങനെ അങ്ങോട്ട് പോയിട്ട് 650 വരെയൊക്കെ ഉണ്ട്. അതിൻ്റെ സൈസ് ഓരോരുത്തരുടെ ശരീര പ്രകൃതിക്കനുസരിച്ചുള്ള അതിൻ്റെ അളവിലുള്ള വ്യത്യാസം അത് ഡോക്ടർ നമ്മളോട് നിർദ്ദേശിക്കും. നിങ്ങളുടെ ശരീരത്തിന് അത് ഡോക്ടർ നമ്മളുടെ ശരീരം ആദ്യം ഒന്ന് അളവെടുക്കും. നമ്മൾ കൺസൾട്ടിങ്ങിന് പോകുമ്പോൾ തന്നെ ചെസ്റ്റിൻ്റെ അളവ് ഇങ്ങോട്ട് സ്കെയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അളവ് എടുത്തിട്ട് ഡോക്ടർ നമ്മളോട് പറയും നിങ്ങൾക്ക് ഇത്രയാണ് വേണ്ടതെന്ന്. ചില കുട്ടികൾ എന്ത് ചെയ്യും, നമ്മൾ ചെന്നിട്ട് നമ്മൾ അങ്ങോട്ട് നിർദ്ദേശിക്കും എനിക്ക് ഇത്രക്കുള്ളത് വേണം, അത്രക്കുള്ളത്, ചിലപ്പോൾ ചെറുത് വേണം, വലുത് വേണം എന്നുള്ളതൊക്കെ. പക്ഷെ അതിനേക്കാളൊക്കെ നല്ലത് ഡോക്ടർ നമ്മളോട് എത്രയാണോ പറയുന്നത് അത് തന്നെ വെക്കുന്നതാണ്. അപ്പം എൻ്റെ അടുത്ത് കണ്ടപ്പോൾ തന്നെ പറഞ്ഞ് ഒരു 400 അബവ് ആയിട്ടുള്ളത് വെച്ചാൽ മതിയെന്ന്. അങ്ങനെയാണ് എൻ്റെ 410 CC. പക്ഷെ ഞാനൊരു പ്രൊജക്ഷൻ നിർദ്ദേശിച്ചിരുന്നു. അപ്പോൾ അത് നല്ലതാണ്, താങ്കളുടെ ശരീരത്തിന് നല്ലതായിരിക്കും എന്നിട്ടൊരു 5 പ്രൊജക്ഷൻ എന്നുള്ളതും കൂടി വെച്ചു. അപ്പം 410 പ്ലസ് 5 പ്രൊജക്ഷനുള്ള ഒരു മോട്ടീവ ഇംപ്ലാന്റ് ആണ് എനിക്ക് ഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പം എൻ്റെ ശരീരത്തിനായിട്ട് അത് ഇങ്ങനെ സൂട്ടായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു, അതിൻ്റെ പൈസ സ്വരൂപിച്ചു, അതിൻ്റെ ടെസ്റ്റുകൾ ഡോക്ടർ തന്നതിനനുസരിച്ച് നമ്മൾ പുറത്ത് നിന്നാണെങ്കിൽ അങ്ങനെ ടെസ്റ്റുകളെല്ലാം നടത്തി അതിൻ്റെ എല്ലാ റിസൾട്ടുകളും സ്വരൂപിച്ച് വെക്കുക. അതേപോലെ HIV ടെസ്റ്റ്, നമ്മുടെ VDRL ടെസ്റ്റ്, ആ രീതിയിലുള്ളതൊക്കെ സ്വരൂപിച്ച് വെക്കുക. എന്നിട്ട് ഈ ടെസ്റ്റുകൾ എല്ലാമായിട്ട് നമ്മൾ ഒന്നുകൂടിയും ഡോക്ടറെ പോയി കാണണം. അങ്ങനെ ഡോക്ടറെ പോയി കണ്ടിട്ട് ഡോക്ടർ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുള്ളൂ ഈ ടെസ്റ്റ് റിസൾട്ടൊക്കെ എല്ലാം നോക്കുന്നത് അനസ്തേഷ്യസ്റ്റാണ്. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ തന്നെ അനസ്തേഷ്യ ഡോക്ടർക്ക് നമ്മൾ ഇതെല്ലാം കാണിക്കണം. അപ്പോൾ ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ അവർ നമ്മൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ തരും. അല്ലെങ്കിൽ ഇനി ഇതിൽ കൂടുതൽ വേറെ എന്തെങ്കിലും ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരതും പറയും. അപ്പോൾ അതും കൂടി ചെക്ക് ചെയ്തിട്ട് അനസ്തേഷ്യസ്റ്റിൻ്റെ ഒരു പോസിറ്റീവ് റിസൾട്ട് നമ്മൾക്ക് അല്ലെങ്കിൽ ഒരു യെസ് കിട്ടിക്കഴിഞ്ഞാൽ ഡോക്ടർ എന്ത് ചെയ്യും, നമ്മൾക്കൊരു ഡേറ്റ് തരും. അല്ലെങ്കിൽ ആ ഡോക്ടർ അതിന് മുന്നേ തന്നെ നമ്മൾക്കൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവും. കാരണം അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ വേണം അനസ്തേഷ്യസ്റ്റിന് ഇതൊക്കെ അനലൈസ് ചെയ്യാനായിട്ട്. ഡോക്ടർ നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോൾ തന്നെ ഡോക്ടർ ഇങ്ങനെ പറയും, ഒരു ഡേറ്റ് പറയും. ഡോക്ടറുടെ ഒഴിവും നമ്മളുടെ ആ സമയം ക്രമീകരിച്ചിട്ട് ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവും. ആ ഡേറ്റിനോട് ഒരു 2-3 ദിവസം മുന്നാണ് നമ്മൾ അനസ്തേഷ്യസ്റ്റിനെയും പോയി കണ്ട് ഈ റിസൾട്ടുകളൊക്കെ കൊടുക്കേണ്ടത്. അങ്ങനെ ആ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ചെക്കപ്പുകൾ എല്ലാം നമ്മൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടർ ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റിനനുസരിച്ച് നമ്മൾ എല്ലാതും സ്വരുക്കൂട്ടി വെക്കണം. സ്വരുക്കൂട്ടി വെക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് നമ്മൾ ക്യാഷ് എന്ത് വേണം, ആ ഡേറ്റിന് മുന്നായിട്ട് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ചിലർ ലിക്വിഡ് ക്യാഷ് ആയിട്ട് കൊണ്ടുപോകും. നമ്മൾ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ബാങ്ക് കാർഡൊക്കെ ആയി പോയാൽ ആ സമയത്ത് അവിടെ വർക്ക് ചെയ്തില്ലെങ്കിലൊക്കെ അതൊരു പ്രശ്നമായിരിക്കും. അതുകൊണ്ട് ഞാൻ ചെയ്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ SBI ബാങ്കിലാണ് എൻ്റെ അക്കൗണ്ട് ഉണ്ടായിരുന്നത്. ആ അക്കൗണ്ടിൽ നിന്ന് അമൃത ഹോസ്പിറ്റലിൻ്റെ ധനലക്ഷ്മി ബാങ്കാണ് അവരുടെ. അപ്പോൾ ആ ധനലക്ഷ്മി ബാങ്കിലേക്ക് അമൃത ഹോസ്പിറ്റലിൻ്റെ അവർ തന്നിരുന്നു നമുക്കൊരു ചാർട്ട് തരും, അവരുടെ ബാങ്ക് IFSC കോഡ് ഇതൊക്കെ ഉള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത്, അങ്ങനെ എൻ്റെ എമൗണ്ടൊക്കെ സർജറിക്ക് പോകുന്നതിനും ഒരു 3 ദിവസം മുന്നേ ട്രാൻസ്ഫർ ഒക്കെ ചെയ്ത് 1,20,000 1,20,000 നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്താൽ പോയി ഡേറ്റ് ഒക്കെ തരുമ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ ഒരു 2,000 രൂപ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 2,000 ചെയ്തതുകൊണ്ട് 1,18,000 ആണ് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വന്നത്. പിന്നെ ബാങ്ക് ട്രാൻസ്ഫറിങ് ചാർജ് SBIയിൽ ഒരു 14 രൂപ 16 പൈസയൊക്കെ ഒരു ട്രാൻസ്ഫറിങ് ചാർജ് ഉണ്ട്. അപ്പോൾ അവരുടെ ബാങ്കിൽ അവരുടേതായ ഫോമുകൾ എല്ലാം ഫില്ല് ചെയ്തിട്ട്
ധനലക്ഷ്മി ബാങ്കിലേക്ക് ബാങ്കിൽ നിന്ന് തന്നെ SBI ബാങ്കിൽ നിന്ന് തന്നെ ട്രാൻസ്ഫർ എമൗണ്ട് പോയി. അങ്ങനെ എമൗണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂളായി. പിന്നെ നമ്മൾ എക്സ്പെൻസിനുള്ള എമൗണ്ടൊക്കെ കയ്യിൽ കരുതിയാൽ മതി. പിന്നെ നമ്മളുടെ കൂടെ വരുന്ന ആളുടെ അടുത്ത് ഇതൊക്കെ ഏൽപ്പിച്ച് നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഏൽപ്പിച്ച് നമ്മളൊന്ന് ഫ്രീ ആകാം. പിന്നെയൊക്കെ നമ്മളെ കൂടെ വരുന്ന ആൾ അവിടെ വന്നിട്ട് എല്ലാതും ചെയ്തോളും. അവർക്ക് കൂടെ വരുന്ന ആൾ ഇതിന് തൊട്ട് മുന്നൊക്കെ ബ്രസ്റ്റ് സർജറി കഴിഞ്ഞ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാതും അറിയാൻ കഴിയും. പ്രത്യേകിച്ച് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫിദ മെഹറിനാണ്. ഇപ്പോൾ ഫിദ ഒരു വർഷം കഴിഞ്ഞ ജനുവരിയിലാണ് അവള് ബ്രസ്റ്റ് സർജറി ഒക്കെ കഴിഞ്ഞ്. അപ്പോൾ അവൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ നല്ല അറിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എല്ലാതും അവൾ തന്നെയാണ് ചെയ്തത്. എൻ്റെ ഡോക്യുമെൻറ്റ്സും എൻ്റെ കാർഡുകളും. പിന്നെ നമ്മൾക്ക് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ തന്നെ ഒരു MRD നമ്പർ, ഒരു കാർഡ് തരും, ഹോസ്പിറ്റലിൻ്റെ കാർഡ്. ഈ കാർഡ് നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം. അതുപോലെ ഒരു MRD നമ്പർ ഉണ്ട്, നമ്മളുടെ അവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ നമ്പർ. അപ്പം നമ്മളുടെ പേരിനേക്കാളും കൂടുതൽ ആ നമ്പർ വെച്ചിട്ടാണ് അവരെല്ലാം ചെയ്യുക. അപ്പോൾ ആ നമ്പർ എപ്പോഴും, ആ കാർഡ് എപ്പോഴും നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആ നമ്പർ ഓർമ്മ ഉണ്ടാകണം. അപ്പോൾ ഏത് കൗണ്ടറിൽ പോയാലും ആ നമ്പറാണ് നമ്മളോട് ചോദിക്കുക. അപ്പോൾ ആ നമ്പറിനനുസരിച്ച്, നമ്മുടെ ഒരു രജിസ്ട്രേഷൻ നമ്പറാണത്, ആ നമ്പറിനനുസരിച്ചാണ് നമ്മളുടെ പേപ്പേഴ്സൊക്കെ അവിടെ റെക്കോർഡ് ഉണ്ടായിരിക്കുക. അപ്പോൾ ആ കാർഡ് സൂക്ഷിക്കണം. അതേപോലെ തന്നെ പേപ്പേഴ്സുകളും നമ്മളുടെ ഡോക്യുമെൻറ്റ്സ്, നമ്മളുടെ റിസൾട്ടുകൾ ഒക്കെ ഒരു ഫയലിലാക്കിയിട്ട് എപ്പോഴും സൂക്ഷിച്ച് വെക്കണം. നമ്മൾ പോകുമ്പോഴൊക്കെ കൊണ്ടുപോകണം. അങ്ങനെ ഡേറ്റ് തന്ന് അനസ്തേഷ്യസ്റ്റിനെ കണ്ട് കഴിഞ്ഞ് പൈസ ഒക്കെ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ആ ഡേറ്റിൻ്റെ തൊട്ട് തലേ ദിവസം അങ്ങോട്ട് പോകണം. പോകുമ്പോൾ നമ്മൾ എന്ത് വേണം, പോകുമ്പോൾ നമ്മൾ തയ്യാറായിട്ട് തലേ ദിവസം പോകണം. ഇപ്പം എനിക്ക് 18-ാം തീയതിയാണ് ഡേറ്റ് തന്നിരുന്നത്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്ത് 17-ാം തീയതി അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ റോഷിദ് ഉണ്ട്, ഫിദയുടെ പാർട്ട്ണർ. അപ്പം അവനും ജോലിയിൽ നിന്നൊക്കെ 2 ദിവസമൊക്കെ ഒന്ന് മാറി നിന്ന് മുൻകൂട്ടി പറഞ്ഞതുകൊണ്ട് അവനും ഇതിന് വില്ലിങ് ആയിട്ട് വളരെ സഹകരണമുള്ള ഒരു വ്യക്തിയാണ് റോഷിദ്. അങ്ങനെ ഞങ്ങൾ 17-ാം തീയതി തന്നെ കാറിൽ അമൃത ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അമൃത ഹോസ്പിറ്റലിൽ പോയിട്ട് അപ്പോൾ ആദ്യമേ തന്നെ അവർ ചോദിക്കും നമ്മൾക്ക് IP ആണോ, ഇൻപേഷ്യൻ്റ് ആയിട്ട് ഹോസ്പിറ്റലിൻ്റെ നഴ്സുമാരൊക്കെ നമ്മൾ നോക്കുന്ന രീതിയിലുള്ള അഡ്മിഷൻ വേണോ, അല്ലെങ്കിൽ OPയിൽ ചെയ്താൽ മതിയൊന്ന്. അപ്പോൾ എല്ലാ കുട്ടികളും ബ്രസ്റ്റ് ഇംപ്ലാന്റ് OPയിലാണ് ചെയ്യൽ. അപ്പോൾ നമ്മൾക്ക് അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാം. ഗസ്റ്റ് ഹൗസിൽ നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 3 ആൾക്ക് താമസിക്കാനായിട്ട് 650 രൂപയുടെ ഒരു റൂമാണ്. നല്ല ഡബിൾ കോട്ട് ബെഡ്, അത് കണക്ക് ഒരു സിംഗിൾ ബെഡും ഉണ്ട്. അപ്പോൾ റോഷിദും ഫിദക്കൊക്കെ ആ ഡബിൾ കോട്ടിൽ കിടക്കാൻ, എനിക്ക് ആ സിംഗിൾ ബെഡിൽ റെസ്റ്റ് ചെയ്യാനും പറ്റി. അങ്ങനെ 650 രൂപയുടെ റൂമൊക്കെ എടുത്ത് നമ്മൾ അവിടെ അന്നത്തെ 17-ാം തീയതി തലേ ദിവസം ചെല്ലണമാണല്ലോ, തലേ ദിവസം ചെന്ന് റൂമൊക്കെ എടുത്ത് നമ്മൾ കുളിച്ച് ഫ്രഷായി നന്നായിട്ടൊന്ന് ഉറങ്ങി. അതിൻ്റെ ശേഷം വൈകുന്നേരം ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി, മറൈൻ ഡ്രൈവിലൊക്കെ പോയി. അപ്പോൾ അവിടെ സൂറമമ്മി ഉണ്ടായിരുന്നു. സൂറമമ്മി ഇപ്പോൾ എറണാകുളത്ത് എന്തൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൂറമമ്മീനൊക്കെ കണ്ടു. അങ്ങനെ ഞങ്ങൾ മറൈൻ ഡ്രൈവിലൊക്കെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് രാത്രി ലേറ്റായിട്ട് വന്നിട്ട് കിടന്നു. അങ്ങനെ നമ്മൾക്ക് സർജറിൻ്റെ അന്നത്തെ ദിവസം പുലർച്ചെ 4 മണിക്ക് മുന്നായിട്ട് നമ്മളുടെ ഭക്ഷണങ്ങളെല്ലാം കഴിഞ്ഞിരിക്കണം. 4 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കരുതെന്ന ഒരു മിനിമം ഒരു 6 hours നമ്മളുടെ ബ്രസ്റ്റ് എംപ്റ്റി ആയിരിക്കണം. നമ്മുടെ ബ്രസ്റ്റ് എല്ലാ സ്റ്റൊമക്ക് എംപ്റ്റി ആയിരിക്കണം. അപ്പോൾ ബ്രസ്റ്റ് സർജറിക്ക്, ഏതൊരു സർജറിക്ക് ആയാലും നമ്മൾ കയറുമ്പോഴറിയാമല്ലോ നമ്മളുടെ സ്റ്റൊമക്ക് എംപ്റ്റി ആയിരിക്കണം. അപ്പോൾ വെള്ളം കുടിക്കുന്നതൊക്കെ ഒരു 4 മണി 6 മണിക്കുള്ളിലൊക്കെ കുറച്ച് കുടിക്കുക. ഭക്ഷണം 4 മണിക്ക് മുന്നേ കഴിക്കണം എന്ന് അവർ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സർജറി നമുക്ക് OPയിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട സമയം 9 മണിയായിരുന്നു. അങ്ങനെ ഞാൻ ഇതേപോലെ തന്നെ ഫുഡൊക്കെ നേരത്തെ രാത്രി കഴിച്ച ഫുഡ് ഉണ്ടായിരുന്നു. പിന്നെ 4 മണിക്ക് മുന്നായിട്ട് എഴുന്നേറ്റിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. 6 മണിക്കും കുറച്ച് വെള്ളം കുടിച്ചു. പിന്നെ വയറെല്ലാം കാലിയാക്കി ഇട്ടു. അപ്പോൾ പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ കുറേയൊക്കെ വെജിറ്റേറിയൻ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹെവി ഫുഡൊക്കെ ഒഴിവാക്കി ഫ്രൂട്ട്സൊക്കെയാണ് ധാരാളം കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 1 വീക്ക് മുന്നേ തന്നെ. പുലർച്ചെ 9 മണിക്ക് പോയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്ത് പോകുന്നതിന് മുന്നായിട്ട് തന്നെ ഫിദക്കും റോഷിദിനൊക്കെ ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ തൊട്ടടിയിൽ ഗസ്റ്റ് ഹൗസിൻ്റെ അടിയിൽ തന്നെ നല്ലൊരു ക്യാൻറ്റീൻ ഉണ്ട്. വെജിറ്റേറിയൻ ക്യാൻറ്റീനും നോൺ വെജ് ക്യാൻറ്റീനും ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഇഡ്ഡലിയും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അതൊക്കെ വെജിറ്റേറിയൻ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ നേരെ OPയിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്തു. അവർ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് പോലെ തന്നെ നല്ല ഒരു സ്വാഗതം വരളിക്കൊണ്ട് നമ്മളുടെ പേപ്പേഴ്സൊക്കെ മേടിച്ചു. അങ്ങനെ നേരെ ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആർ യു റെഡി ചോദിച്ചു. അപ്പോൾ നമ്മൾ റെഡി ആയിരുന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ നമ്മൾ പൈസ അയച്ചതിൻ്റെ ബില്ലുകളൊക്കെ കൗണ്ടറിൽ ചെക്ക് ചെയ്തു. അങ്ങനെ ആ പ്രൊസീജിയറൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഡോക്ടർ എന്ത് ചെയ്യും, നമ്മളെ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ആ സമയത്ത് വേറെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലോട്ട്, അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഒരു ഓപ്പറേഷൻ
നടക്കുന്ന ഒരു ഹാളിലേക്ക് നമ്മളെ വിളിക്കും. അങ്ങനെ അവിടെ പോയിട്ട് നമ്മൾ അകത്ത് കയറും. നമുക്ക് ഡ്രസ്സൊക്കെ തരും. നമ്മളുടെ ഇട്ട ഡ്രസ്സ് എല്ലാതും അഴിച്ചിട്ട്, ഇട്ട ഡ്രസ്സ് എല്ലാതും അഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾക്കൊന്നും ഉണ്ടാകാൻ പാടില്ല. വള, മാല, കമ്മൽ, സ്റ്റഡുകൾ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ശരീരം വളരെ ഫ്രീ ആയിരിക്കണം. ഈവൻ നെയിൽ പോളിഷുകൾ പോലും ഉണ്ടാകരുത്. അപ്പോൾ നെയിൽ പോളിഷൊക്കെ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കോഴിക്കോട് നിന്ന് പോകുമ്പോൾ തന്നെ, കോഴിക്കോട് ഞാൻ സ്ഥിരം ചെയ്യാറുള്ള കസവ് കേന്ദ്ര ബിൽഡിംഗ് ഉണ്ടല്ലോ KSRTCൻ്റെ അടുത്ത്, അതിൻ്റെ സയോറ ബ്യൂട്ടി സലൂണിൽ പോയിട്ട് എല്ലാതും ചെയ്തിരുന്നു. പെഡിക്യൂർ ചെയ്തു. അപ്പോൾ കാലെല്ലാം നല്ല വൃത്തിയായി. എൻ്റെ നെയിൽ പോളിഷ് എല്ലാം കളഞ്ഞു. എന്നെ കയ്യിൻ്റെ നെയിൽ പോളിഷും കളഞ്ഞു. പിന്നെ ഓർണമെൻറ്റ്സ് എല്ലാതും റിമൂവ് ചെയ്തിട്ട് അങ്ങനെ വേണം നമ്മൾ സർജറി ടേബിളിലോട്ട് പോകാനായിട്ട്. അപ്പം നെയിൽ പോളിഷ് നിർബന്ധമാണ് കേട്ടോ. അതും കൂടി കളയണം. അങ്ങനെ എല്ലാതും കളഞ്ഞിട്ടുണ്ടായിരിക്കണം. നമ്മുടെ ബോഡിയിൽ ഫ്രീ ആയിട്ടായിരിക്കണം നമ്മൾ പോകേണ്ടത്. അങ്ങനെ നമ്മളുടെ ഈവൻ നമ്മളുടെ അണ്ടർവിയേഴ്സും എല്ലാതും മാറ്റിയിട്ടാണ് നമ്മൾക്ക് ഹോസ്പിറ്റൽ കോട്ട് ഇടേണ്ടത്. സർജറിക്കായിട്ടുള്ള ഡ്രസ്സ് അവർ തരും, അത് തരും. ക്യാപ്പൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇട്ടുങ്ങായിട്ട് നമ്മൾ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഡോക്ടേഴ്സും ഡോക്ടറിൻ്റെ സഹപ്രവർത്തകരൊക്കെ നഴ്സുമാരൊക്കെ വന്നിട്ട് ഡോക്ടർ നമ്മളുടെ ചെസ്റ്റ് മാർക്ക് ചെയ്യും. അങ്ങനെ നല്ല രീതിയിൽ എങ്ങനെയൊക്കെയാണെന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്യും. എൻ്റെ മാർക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ ശരീരം ശരിക്കായിട്ടുള്ളൊരു ലെവലിലല്ല. അവിടെ ഇവിടേക്കൊക്കെ ഇങ്ങനെ വളവും തിരിവൊക്കെ ഉണ്ടാകത്തില്ല. അപ്പോൾ ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടാകും പലർക്കും. ചിലരുടെ ശരീരം ഓക്കെ നല്ല ലെവലിലായിരിക്കും. എൻ്റെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ എന്തൊക്കെ ഒരു ഇതുണ്ട്. അപ്പം അതിനനുസരിച്ചാണ് മാർക്ക് ചെയ്തത്. അപ്പം നമ്മളുടെ ബ്രസ്റ്റ് എങ്ങനെയാണോ ഇരിക്കുന്നത്, ചിലരത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് ഇംപ്ലാന്റ് ചെയ്യുമ്പോഴും അതിങ്ങനെ തന്നെ വരിക. അല്ലാണ്ട് നമ്മൾക്ക് ഇങ്ങനെ കൂട്ടി വെക്കണം അങ്ങനെ വെക്കണം എന്നൊന്നുമില്ല. അത് പിന്നീട് നമ്മൾ മസാജൊക്കെ ചെയ്തിട്ടൊക്കെ അതിൻ്റെ ഷേപ്പ് കുറേയെങ്കിലൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. നമ്മുടെ ബ്രസ്റ്റിൻ്റെ പൊസിഷന് സ്വതവേ നമ്മുടെ ശരീരത്തിൻ്റെ ഘടനക്കനുസരിച്ച് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് ഇംപ്ലാന്റ് ചെയ്യുക. അപ്പം ആ രീതിയിലൊക്കെ മാർക്കിങ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ അവർ കൊണ്ടുപോയി കെടുത്തും, ഓപ്പറേഷൻ ടേബിളിൽ കെടുത്തും. അങ്ങനെ കെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയും ഇങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്യാൻ പോവുകയാണെന്ന്. അപ്പോൾ അനസ്തേഷ്യ ചെയ്യുന്നതിന് മുന്നേ ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു, എൻ്റെ മയക്കം എനിക്കൊന്നും അറിയണം, എപ്പോഴാണ് മയങ്ങണത് എന്നുള്ളതൊക്കെ എനിക്ക് അറിയണമെന്ന്. പക്ഷെ എവിടെ ഓർമ്മ വരാൻ, ഞാൻ എപ്പോഴോ മയങ്ങിപ്പോയി. അത് നമ്മൾക്ക് കാണാനും പറ്റില്ല, അറിയാൻ പറ്റില്ല നമ്മൾ മയങ്ങണത് എപ്പോഴാണെന്ന്. ഞാൻ അങ്ങനെ കിടന്ന് അങ്ങനെ എപ്പോഴോ മയങ്ങിയത് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഞാൻ എഴുന്നേൽക്കുന്നത് വൈകുന്നേരം 7 മണി നേരത്തൊക്കെയാണ്. കാരണം അത് നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞ് വാർഡിലോട്ട് കൊണ്ടുവന്ന് ICU ഉണ്ട്, ICUയിൽ കൊണ്ടുവന്ന് നമ്മളവിടെ കെടുത്തിയാലും തന്നെ പിന്നെ ഒരു 2-3 മണിക്കൂർ നമ്മൾ അൺകോൺഷ്യസ് തന്നെ ആയിരിക്കും. ഒരു അനസ്തേഷ്യൻ്റെ ഒരു എഫക്റ്റിലായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എഴുന്നേൽക്കുക. അപ്പം ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ വരുന്നത് വെള്ളം എന്നും പറഞ്ഞിട്ടാണ്. കാരണം ചുണ്ട് വരളണ്, തൊണ്ട വരളണ്, വെള്ളത്തിനാണ്. അപ്പോൾ അവർ പറഞ്ഞു വെള്ളം തരാനായിട്ടില്ല, കുറച്ചും കൂടിയും കഴിയണം. കാരണം അത് കഴിഞ്ഞിട്ട് അവരുടേതായ ഒരു സമയം കഴിഞ്ഞിട്ടേ നമുക്ക് വെള്ളമൊക്കെ തരും. അങ്ങനെ വെള്ളം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് വെള്ളം തന്നു. പിന്നെ ഉണ്ടത് ആ ഫിദ കയറി വന്നു അകത്തേക്ക്. അപ്പോൾ അവർ പറഞ്ഞ് എന്തെങ്കിലും ജ്യൂസ് വാങ്ങിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഫിദ പോയിട്ട് ആപ്പിൾ ജ്യൂസ് വാങ്ങിച്ചു കൊണ്ടുവന്നു. അങ്ങനെ അതൊക്കെ കുടിച്ചു. പിന്നെ ഞാൻ നോർമലായി വന്നു. പിന്നെ സോറോമി വന്നിരുന്ന് അങ്ങനെ സിസ്റ്റേഴ്സൊക്കെ നല്ല രസകരമായിട്ട് നമ്മളോട് ഇടപഴകി. അപ്പോൾ അപ്പോഴൊന്നും ഞാൻ ഈ ബ്രസ്റ്റ് മിൽക്കൊന്നും നോക്കണില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ കിടക്കുക. ഞാനിപ്പോൾ ഇന്നൊക്കെയാണ് ഒന്ന് ശരിക്കും നോക്കിയത്. ഇന്നിപ്പോൾ വന്നിട്ട് കുളിയെല്ലാം കഴിഞ്ഞിട്ടോ. ഇന്നലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് വന്നപ്പോൾ തന്നെ കുളിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. അങ്ങനെ ബ്രസ്റ്റ് സർജറി കഴിഞ്ഞു. ICUയിലോട്ട് മാറ്റി നമ്മളവിടെ കിടന്നു. ഓർമ്മയൊക്കെ വന്നതിൻ്റെ ശേഷം ആപ്പിൾ ജ്യൂസൊക്കെ കുടിച്ചു. അങ്ങനെ കുറേ ഒരു 1 hour 2 hour പിന്നെ അവിടെ സ്പെൻഡ് ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മൾക്ക് പോകാനായിട്ടുള്ള അനുമതി തരിക. അപ്പോൾ നമ്മൾ ഒരു ഡ്രസ്സ് കരുതിയിട്ടുണ്ടാകണം. അപ്പോൾ ഇവരുടെ ഹോസ്പിറ്റൽ ആ സർജറി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നമ്മൾ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾക്ക് വീൽ ചെയറിൽ നമ്മളുടെ ഗസ്റ്റ് ഹൗസിലോട്ട്, എവിടെയാണോ നമ്മൾ താമസിക്കുന്നത് അവിടേക്ക് നമ്മളെ വീൽ ചെയറിലോട്ട് കൊണ്ടുപോകും. അമൃതയുടെ സ്വന്തം ഗസ്റ്റ് ഹൗസിൽ തന്നെ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ വീൽ ചെയറിൽ അവിടം വരെയും ലിഫ്റ്റിൽ നമ്മൾക്ക് പോകാൻ കഴിയും. അല്ലെങ്കിൽ പുറത്തൊക്കെ താമസിക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ അവിടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ബെഡിൽ വിശ്രമിക്കാം. അപ്പോഴും നമുക്ക് ഇങ്ങനെ പെയിൻ ഉണ്ടാവും. ഈ സ്റ്റിച്ചുള്ള ഭാഗത്താണ് നല്ല പെയിൻ ഉണ്ടാകുക. ഇത് നല്ല പെയിൻ ഇങ്ങനെ വലിച്ചിൽ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുകളായിരുന്നു. നമ്മൾക്ക് ഒറ്റക്കൊന്നും പറ്റില്ല. അപ്പം നമ്മളെ കൂടെയുള്ള ആൾ തലയൊക്കെ പിടിച്ച് നമ്മളുടെ വയറിൻ്റെ അവിടെയൊക്കെ നടുവൊക്കെ പിടിച്ചിട്ടാണ് നമ്മൾ ബെഡിൽ കിടത്തുക. നമ്മളപ്പം അങ്ങനെ കിടന്ന് വിശ്രമിക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയാനൊന്നും പറ്റില്ല. ഇപ്പോഴും എനിക്ക് 2ാമത്തെ ദിവസമൊക്കെ ആയിട്ട് ചെരിയാൻ പറ്റാത്തൊന്നും ബുദ്ധിമുട്ട് തോന്നിയില്ല. ആദ്യത്തെ ഒരു ദിവസം വലിയ വേദനയും ചെരിയാൻ പറ്റാത്തതാണ്. ഇപ്പോൾ ഇതാ എൻ്റെ ഇപ്പം 3ാമത്തെ ദിവസമായില്ലേ.
18-ാം തീയതി ചെയ്ത് 19-ാം തീയതി ഇങ്ങോട്ട് പോകുന്നു. ഇന്നിപ്പോൾ ഇതാ 20th മോർണിംഗ് ആയി. അപ്പം ഇന്നും കുളിച്ച് വന്ന ദിവസം ഇന്നലെയും കുളിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു വെള്ളം കുളിക്കണോണ്ടൊന്നും കുഴപ്പമില്ല, പക്ഷെ അധികം വെള്ളം ഇട്ടും നമ്മളുടെ ഈ ഇവിടേക്കൊന്നും പഴുപ്പ് വരുത്തരുത്. വെള്ളം കുളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒപ്പിയെടുക്കണം. എന്നിട്ട് വെള്ളം ഇതാ ചൂടുവെള്ളമൊക്കെ കല്ലുപ്പിൽ ഇട്ട ചൂടുവെള്ളത്തിൽ ഒക്കെ ഒന്ന് പിടിച്ച് തന്നിരുന്നു. പുറത്തൊക്കെ നമ്മൾക്കൊന്ന് ചൂടൊന്ന് പിടിച്ച് തന്നപ്പോൾ ഒരു സുഖം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഏറ്റവും മെയിൻ ആഫ്റ്റർ കെയറിൽ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ടൈറ്റ് സ്പോർട്സ് ബ്രാ ഇട്ടുമായിട്ട് ഒരു മാസം അങ്ങനെ ഇരിക്കലാണ്. പിന്നെ കിടന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ചെരിയാനൊന്നും പാടില്ല. കൈക്കൊക്കെ കുറച്ചൊരു എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണെന്നാണ് പറഞ്ഞത്. ഇപ്പം കൈ എനിക്ക് ഇങ്ങനെ ഇത്രയും പൊങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പം നമ്മൾക്കിവിടെ കൊളുത്തി പിടിക്കുന്ന വേദന ഉണ്ടാവും. അത് നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടി അങ്ങനെ പൊക്കാനൊന്നും ശ്രമിക്കേണ്ട, അതിൻ്റെതായ സമയം എടുത്ത്. എന്നാലും കൈയൊക്കെ കുറച്ചൊക്കെ ഒന്ന് അയവ് വരുത്തിയിട്ട് കുറച്ചൊന്ന് എക്സസൈസ് ചെയ്യണം. ഞാൻ കുറച്ചൊന്ന് നടക്കുകയൊക്കെ ചെയ്ത് രാവിലെ. അങ്ങനെ നമ്മൾ റെസ്റ്റ് തന്നെ, കെടുക്കലിനെ വേണം. നന്നായിട്ട് കിടന്നിട്ട് അങ്ങനെ ഒരു മാസം അങ്ങനെ റെസ്റ്റ് ചെയ്യണം. ഒരു മാസത്തിന് ശേഷം ഡോക്ടർ പറഞ്ഞു ഒരാഴ്ച ഒന്ന് കമന്ന് കിടക്കണമെന്ന്. അങ്ങനെ ഇതൊക്കെ കമന്ന് കിടക്കണം. പിന്നെ ഡ്രസ്സെല്ലാം അഴിച്ചിട്ട് ബ്രാ എല്ലാം ഇല്ലാതെ കുറച്ച് ദിവസം അങ്ങനെ ഇടണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ നമ്മൾക്ക് ആഫ്റ്റർ കെയറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഭക്ഷണ ക്രമീകരണം അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കുക. അതേപോലെ നന്നായിട്ട് വെള്ളം കുടിക്കുക. ഉലുവ തിളപ്പിച്ചാറിയ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് നീരൊക്കെ പോകാൻ ഏറ്റവും നല്ലതാണെന്ന്. അപ്പം എന്നെ കൂടുതൽ എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നത് നമ്മളെ ഇതിനു മുന്നേ തന്നെ സർജറി ചെയ്ത അനുഷ, മലപ്പുറത്തുള്ള അനുഷ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇപ്പോൾ ഹുസ്ന ചെറിയാനുണ്ട്, ഹുസ്നൊക്കെ എനിക്ക് കുറേ അഡ്വൈസ് തരാറുള്ളതാണ്. അങ്ങനെ ഒരുപാട് പേര് എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന വ്യക്തികളുണ്ട്. അപ്പം എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. പിന്നെന്താ, അതുപോലെ പ്രേമേച്ചി, കോഴിക്കോട് നിന്നാണെങ്കിൽ റീമ, അവരൊക്കെ എനിക്ക് അവരെ കാര്യങ്ങൾ കൊല്ലങ്ങളായി പറഞ്ഞു തന്നിട്ട് മടുത്തു. പിന്നെ ഞാൻ ഫോൺ ചെയ്താൽ തന്നെ എടുക്കാണ്ടായി അവർ. കാരണം ഞാൻ ഒരുപാട് വർഷമായി ഇതിനായിട്ട് മുന്നിട്ട് ഇറങ്ങണം. ഓരോ തടസ്സങ്ങൾ വന്നിട്ട് എനിക്ക് പോകാൻ പറ്റാണ്ടാണ്. ചിലപ്പോൾ ഞാൻ പൈസ ഒക്കെ സ്വരൂപിച്ച് ഒരു 1 lakh എത്തുമ്പോഴത്തേനും എൻ്റെ വണ്ടി കേടാവും. അപ്പം ഞാൻ പിന്നെ വണ്ടി മാറ്റാനായിട്ട് ആ പൈസ അങ്ങോട്ട് മറിക്കുക. പിന്നെ ഓരോ പേഴ്സണൽ ഇഷ്യൂസൊക്കെ അങ്ങനെ വന്നിട്ട് അങ്ങനെ തെന്നി മാറിപ്പോയി. ഇപ്പം എന്തായാലും അൽഹംദുലില്ലാ ഇതങ്ങോട്ട് കഴിഞ്ഞ് കിട്ടി. നമ്മൾക്കിതിവിടെ ഫിറ്റ് ചെയ്ത് ഇവിടെ വീട്ടിൽ ഡിസ്ചാർജ് ചെയ്ത് വന്നാലേ ഒരു സമാധാനമാവുള്ളൂ. ഡേറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് എനിക്ക് ടെൻഷനായിരുന്നു, ഇത് നടക്കുമോ ഇല്ല. അതുകൊണ്ടൊന്നും അധികം ആരോടും പറയാനൊന്നും പറ്റിയില്ല. ജസ്റ്റ് ബിഫോർ ദ 1 day ആണ് ഞാനിത് ഡിക്ലെയർ ചെയ്ത് തന്നെ. അതുകൊണ്ട് കഴിഞ്ഞാൽ കഴിഞ്ഞെന്ന് പറയാമല്ലോ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ ഒരു ദിവസത്തെ വേണമെങ്കിൽ ആ ബ്രസ്റ്റ് സർജറി അന്ന് വൈകുന്നേരം തന്നെ പോരാട്ടോ. പക്ഷേ ഈ പെയിനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഫിദയും പറഞ്ഞു എല്ലാവരും കൂടുതൽ പേരും അങ്ങനെ ചെയ്യും, ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യും. അങ്ങനെ ഒരു ദിവസം അവിടെ നിന്ന് പിറ്റേ ദിവസം 9 മണിക്ക് പിന്നെയും ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോയി, ഹോസ്പിറ്റലിലോട്ട് പോയി. പിന്നെ വീൽ ചെയർ ഒന്നും വേണ്ട, ഇതൊക്കെ നമ്മൾ നടന്ന് തന്നെ പോകാം. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് 9 മണിക്ക് ഡോക്ടറെ എല്ലാവരെയും ഒരു 10 മണിയോടുകൂടി കണ്ട്. അങ്ങനെ ഡോക്ടർ വളരെ ഹാപ്പി ആയിട്ട്, നല്ല രസകരമായിരുന്നു ആ മുഹൂർത്തങ്ങൾ. അങ്ങനെ അതൊക്കെ കണ്ടു. ഇതൊക്കെ പിന്നെ പ്രശ്നമൊക്കെ കണ്ട് ആ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ആഫ്റ്റർ കെയറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരും. പിന്നെ മെഡിസിൻ ഉള്ളതൊക്കെ എഴുതി തരും. അപ്പോൾ മെഡിസിനൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് മേടിച്ചിട്ട് നമ്മൾ ഡോക്ടറോടൊക്കെ ബൈ പറഞ്ഞിട്ട് പോരും. അപ്പോൾ എനിക്ക് ഈ ബ്രസ്റ്റ് സർജറിയോടൊപ്പം തന്നെ മറ്റൊരു സർജറി ഉണ്ടായിരുന്നു. എനിക്ക് ഈ ചെവിൻ്റെ ഇവിടെ കഴല എന്നൊക്കെ പറയില്ല, ഒരു ചെറിയ മുഴകൾ ഉണ്ടായിരുന്നു. അതൊരു 10-15 വർഷം മുന്നേ ഉണ്ട്. പക്ഷേ യാതൊരു വേദന ഒന്നുമില്ല. വേദന ഇല്ലാത്തതുകൊണ്ട് നമ്മളത് കെയർ ചെയ്തിരുന്നില്ല. എന്നാലും ഞാൻ ഒരു UK പോയിട്ട് മെഡിക്കൽ കോളേജിലൊക്കെ ഒന്ന് കൺസൾട്ട് ചെയ്തിരുന്നു കേട്ടോ, ഇതെന്താണെന്നുള്ളത്. അപ്പോൾ അവരും ഇത് ടെസ്റ്റിങ്ങിനൊക്കെ അയച്ചിരുന്നു. അങ്ങനെ ഈ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഞാൻ ആദ്യമേ സന്ദീപ് ഡോക്ടറോട് പറഞ്ഞിരുന്നു എനിക്ക് ഇതും കൂടിയും സർജറിൻ്റെ ഒപ്പം എടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അവിടെ തന്നെയുള്ള ദീപക് എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട്. ദീപക് ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ ഓരോ ടെസ്റ്റിങ്, അൾട്രാസൗണ്ട് സ്കാനിങ്ങും ബയോപ്സിക്ക് ഇത് അയച്ചിരുന്നു, ഇവിടെ നിന്ന് ഇത് കുത്തിയെടുത്തിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ആ റിമൂവ് ചെയ്യതിൻ്റെ ഒപ്പം തന്നെ. അപ്പോൾ എനിക്ക് അതും കൂടി റിമൂവ് ചെയ്യാൻ ഈ സർജറിയുടെ ഒപ്പം കഴിഞ്ഞു. അപ്പോൾ ബ്രസ്റ്റ് ഇംപ്ലാന്റിൻ്റെ ഒപ്പം തന്നെ ഇതും റിമൂവ് ചെയ്തു. അതുകൊണ്ട് എനിക്ക് കുറേ സമയം സർജറിക്ക് ആവശ്യമുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ വേദനയേ ഒന്നുമില്ല കേട്ടോ. ഇപ്പോഴുള്ള സ്റ്റിച്ചുകളൊന്നും കാണുകയില്ലല്ലോ, ഇവിടെ ഒന്നും പാടുമില്ല, ഒന്നുമില്ല. പിന്നെ നമ്മുടെ ബ്രസ്റ്റിൻ്റെ സ്റ്റിച്ച് എടുക്കാൻ പോകൽ അങ്ങനെയൊന്നുമില്ല. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്റ്റിച്ചൊക്കെ ഇങ്ങനെ അഴിഞ്ഞു പോവുകയും ചെയ്യാം. കുറേ ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ അഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ബ്രസ്റ്റ് ഇംപ്ലാന്റും എൻ്റെ ഇവിടുത്തെ ഒരു ചെറിയ ട്യൂമർ അതും എടുത്ത് കളഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. ഇപ്പോഴും വേദനകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ആവശ്യകരമായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് കരുതുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകുന്നത് എന്താ വെച്ചാൽ, കൊണ്ടുപോകേണ്ടത് നമ്മളുടെ ഫയലുകളെല്ലാം എടുത്ത് വെക്കണം. നമ്മുടെ ID കാർഡ് ആയിക്കോട്ടെ, ആധാർ കാർഡ് ആയിക്കോട്ടെ, അങ്ങനെയുള്ളത് കാർഡുകളൊക്കെ. പിന്നെ നമ്മളുടെ ഈ ചെക്കപ്പ് ലിസ്റ്റുകളെല്ലാതും, പിന്നെ നമ്മുടെ MRD നമ്പറിൻ്റെ ഹോസ്പിറ്റലിൻ്റെ കാർഡ് അതും എടുത്ത് വെക്കണം.
പിന്നെ നമ്മൾ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ആ റെസിപ്റ്റൊക്കെ ഉണ്ടാവും, അതുകളൊക്കെ എടുത്ത് വെക്കണം. അപ്പോൾ അതിൽ ആ റെസിപ്റ്റിൽ ഫില്ല് ചെയ്യാനുണ്ടാവും നമ്മൾക്ക്. അപ്പോൾ അതൊക്കെ ബാങ്കിൽ നിന്ന് തന്നെ നമ്മൾ ഫില്ല് ചെയ്തിട്ട് വേണം അതൊക്കെ കൊണ്ടുപോകാനായിട്ട്. പിന്നെ ഒരു ബെഡ്ഷീറ്റ് കൊണ്ടുപോകണം, 2 പാത്രങ്ങൾ, ഗ്ലാസ്സുകൾ. ഇങ്ങനെ വെള്ളം നമ്മൾ ബ്രസ്റ്റ് സർജറി കഴിഞ്ഞാൽ വെള്ളം ഇതേപോലെ ബോട്ടിൽ ഇങ്ങനെ കുടിക്കുമ്പോൾ വെള്ളം ചിലപ്പോൾ ഇങ്ങോട്ടൊക്കെ വീഴാൻ സാധ്യത ഉണ്ട്. അപ്പം നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞ വശം തന്നെ അവിടെ നനയുന്നത് ശരിയല്ല. അപ്പോൾ ഗ്ലാസ് കൊണ്ടുപോകണം, ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് കുടിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഗ്ലാസ് എടുക്കണം. പിന്നെ അത്രയൊക്കെ തന്നെ കരുതണ്ടുള്ളൂ, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഫ്രൂട്ട്സിൽ ആപ്പിള് കാര്യങ്ങളൊക്കെ, പുളിയില്ലാത്ത ഭക്ഷണങ്ങളൊക്കെ, ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കണം, നല്ലതായിരിക്കും. അങ്ങനെ അൽഹംദുലില്ലാ എൻ്റെ എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ വന്നു. അപ്പോൾ ഇന്നലെ വന്നതിന് ശേഷം കുളിച്ച് മാക്സിയൊക്കെ ഇട്ടങ്ങായിട്ട് കിടന്നിരുന്നു. ഇന്നിപ്പോൾ രാവിലെ എണീറ്റ് കുളിച്ചു. വെള്ളം കുറേ ഒഴിച്ചങ്ങോട്ട് കുളിക്കുകയല്ല, ജസ്റ്റ് ഒന്ന് വെള്ളം പാർന്ന് ഒന്ന് ഫ്രഷ് ആകുക, എന്നിട്ട് ടൈറ്റ് ആയിട്ടുള്ള ബ്രാ ഇടാം. ഇപ്പം ഞാൻ സ്പോർട്സ് ബ്രാ ഇട്ടിട്ടുള്ളത് ഉണ്ടാ ഇതേ രീതിയിലുള്ള നല്ല ടൈറ്റഡ് ആയിട്ടുള്ള സ്പോർട്സ് ബ്രാ ആണ്, നല്ല ടൈറ്റ് ഉണ്ട്. പിന്നെ ഞാൻ ഇന്നലെ ഇട്ടത് കോട്ടൻ്റെതായിരുന്നു കേട്ടോ. ഇവിടെ കോഴിക്കോട് ലേഡി കെയറിൽ നിന്ന് കിട്ടും നമുക്ക് നല്ല കോട്ടൺ ബ്രാകൾ. ഇത് ഞാൻ ഡെക്കാത്തലോണിൽ നിന്ന് ഈ ബ്രാ ഒക്കെ മേടിച്ചിട്ട് ഞാൻ കൊല്ലങ്ങളായി എടുത്തു വെച്ചിരിക്കുന്നത്. കാരണം ഇന്ന് പോകും നാളെ പോകും നമ്മളുടെ ആഗ്രഹങ്ങളാണല്ലോ. നല്ല ബ്രാ കാണുമ്പോഴൊക്കെ എടുത്ത് ഇങ്ങനെ 1-2 എടുത്ത് വെച്ചിരുന്നു. ഇത് നല്ല ടൈറ്റ് ഉണ്ട്, 1 മാസം നമ്മൾ ടൈറ്റ് ആയിട്ടുള്ളതാണ് ഇടേണ്ടത്. അപ്പം എൻ്റെ ഈ ബ്രസ്റ്റ് 410cc 5 പ്രൊജക്ഷൻ മോട്ടീവ്, നല്ല പ്രൊജക്ഷൻ ഉണ്ട് കേട്ടോ ഇതിന്. ഇനി നമ്മൾ സെറ്റായി വന്ന് 1 വർഷമൊക്കെ പിടിക്കും അതൊക്കെ സെറ്റായി നല്ല ആകൃതിയിൽ ഷേപ്പിലൊക്കെ വന്ന് കിട്ടാനായിട്ട്. ഇന്നൊന്നും നമ്മൾ തിരക്ക് കൂട്ടരുത്. പിന്നെ നമ്മൾ വളരെ ഇൻഫെക്ഷൻ ഒന്നും ആകാത്ത രീതിയിൽ ഹൈജീനിക് ആയിട്ട് കെയർ ചെയ്യുക, ഇതൊക്കെ തന്നെയാണ് അതിന് വേണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മോയ്സ്ചറൈസറൊക്കെ ഇടാം. മോയ്സ്ചറൈസറൊക്കെ ഇപ്പോഴേ ഇടാന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ 1 മാസം കഴിഞ്ഞ് അതിൻ്റെ റെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ശേഷം നമ്മൾക്ക് ഓയിലൊക്കെ ഇട്ടങ്ങായിട്ട് ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെയാണ് കഥകൾ, കാര്യങ്ങൾ. പിന്നെ ചെവിൻ്റെ ഇത് ചെയ്തതുകൊണ്ട് ഒരു 10 days കഴിഞ്ഞിട്ട് ഒന്നും കൂടി പോയിട്ട് അവിടെ ഒന്ന് കാണിക്കാനുണ്ട്. അപ്പം അതിന് വേണ്ടി പോകണം. പിന്നെ നമ്മുടെ ബ്രസ്റ്റ് സർജറിൻ്റെ റൊട്ടീൻ ചെക്കപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഫോളോ അപ്പ് ചെക്കപ്പ് അങ്ങനെ പിന്നെ ഡോക്ടറെ പോയി കണ്ടോന്നില്ല. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ കണ്ടാൽ മാത്രം മതി. പിന്നെ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് യു സെലിബ്രേറ്റ് യുവർ വുമൺ ലൈഫ് എന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും കൂടിയിട്ട് ഇറ്റ്സ് എ മേജർ സർജറി. ബ്രസ്റ്റ് സർജറിനെ ഒരു വിലയില്ലാത്ത സർജറി ആയിട്ട് കാണരുത്, അതും ഒരു മേജർ സർജറി ആയിട്ട് തന്നെ കണ്ട് നമ്മൾ അതിൻ്റെ ആഫ്റ്റർ കെയറിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടുണ്ട്. നല്ല ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് പറയാവുന്നത്. എനിക്ക് ഓർമ്മ വന്ന കാര്യങ്ങളും എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളുമായി ഷെയർ ചെയ്തു. ഇനി നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കണം. എനിക്കറിയാം ഇതിനായിട്ട് തയ്യാറായിട്ട് പോകുന്ന കുട്ടികൾക്ക് ഒരുപാട് ഡൗട്ട്സുകൾ ഉണ്ടാവും. ഞാൻ ഇത്രയും പറയാൻ കാരണം തന്നെ ഇന്നലെ എനിക്ക് ഇസ്രായേലിലുള്ള അദിനി എന്നൊരു കുട്ടി, ആലപ്പുഴക്കാരിയൊക്കെയാണ്, കോഴിക്കോടായിട്ട് നല്ല ആത്മബന്ധമുള്ള ഒരു കുട്ടിയാണ് അദിനി. അപ്പോൾ ആ കുട്ടി അവിടെ ഒരു സൈക്കാട്രിക് ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു ഹോസ്പിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്യാണ്. സ്വന്തം ഐഡൻറ്റിറ്റിയിൽ ഇസ്രായേലിൽ പോയിട്ട് ജോലി ചെയ്യുന്ന ഒരു കുട്ടിയാണ് അതിനി. ഹായ് അതിനി. അപ്പോൾ അതിനി എൻ്റെ ചാനൽ ആദ്യമേ കാണാറുണ്ട് പറഞ്ഞു. അപ്പോൾ ഇന്നലെയാണ് എന്നായിട്ട് കോൺടാക്ട് ചെയ്തത്. അപ്പോൾ എന്നോട് പറഞ്ഞു ഓൺ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം, അത് ഒരുപാട് പേർക്ക് ഉപകാരമാകും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതും കൂടി കേട്ടപ്പോഴും ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ തന്നെ അതൊക്കെ സംസാരിക്കാമെന്ന്. അപ്പം എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു. ഇനിയും കൂടുതൽ എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിലൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, വീഡിയോ ലെങ്ത് ആയിട്ടുണ്ടാകും, ഐ എം സോ സോറി. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനിനി വിശ്രമിക്കട്ടെ. രാവിലെ തന്നെ ഫിദ എനിക്ക് പഴം പുഴുങ്ങിയതും കോഴിമുട്ടയും കട്ടനൊക്കെ തന്നിരുന്നു. പിന്നെ ഫിദ എന്നെ നോക്കാനുള്ള തയ്യാറെടുപ്പില്ല, ഇടയ്ക്കിടയ്ക്ക് വരൂ, പെട്ടെന്ന് വന്നിട്ട് ചോദിക്കും റാസില നീ വിളിച്ചു എന്നെ. അപ്പോൾ അവളുടെ മൈൻഡ് നോക്ക്, അവളെ വിളിക്കുന്നത് അവൾ എന്നിൽ തന്നെ ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നല്ല ശ്രദ്ധയിലാണ് ഫിദയുള്ളത്. പിന്നെ ഈ റംസാൻ മാസമാണല്ലോ, അപ്പം നോമ്പായതുകൊണ്ട് അവളും ഇടയ്ക്ക് നോമ്പെടുക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ എന്നെ നോക്കി നോമ്പൊക്കെ എടുത്ത് അവൾ എൻ്റെ കൂടെ തന്നെയുണ്ട്. ഫിദയിൻ്റെ പാർട്ട്ണർ ജോലിക്കൊക്കെ പോകും. അപ്പം വൈകുന്നേരമൊക്കെ വരും. അപ്പം ഞങ്ങൾ 3 പേരും തന്നെയുള്ളൂ. നല്ലൊരു കൊച്ചു വീടാണിത്. അപ്പോൾ ഓക്കെ.
അധികം സ്ട്രെയിൻ ചെയ്യുന്നില്ല. കാരണം എനിക്ക് ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ പെയിൻ ഒന്നുമില്ല കേട്ടോ. നല്ല കട്ടിയുള്ള ആഹാരം, പുളിയുള്ള ആഹാരം ഒന്നും കഴിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ബൈ ബൈ എല്ലാവർക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ ശേഷം നെക്സ്റ്റ് വീഡിയോയിൽ ഓർമ്മയുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തണം. ഓക്കെ, ബൈ ബൈ.